അങ്ങ് റഷ്യയിലാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പെങ്കിലും ഇങ്ങ് തിരുവനന്തപുരത്തുമുണ്ട് ഇലക്ഷന്റെ ആവേശം. മാർച്ച് 15 മുതൽ 17 വരെ നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായാണ് തിരുവനന്തപുരം റഷ്യൻ ഹൗസിൽ പോളിംഗ് നടന്നത്. ഇപ്പോഴത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ ഉൾപ്പെടെ 4 പേരാണ് മത്സരരംഗത്ത്. 60ഓളം പേർ ഇവിടെ വോട്ട് രേഖപ്പെടുത്തി. ഈ വോട്ടുകൾ ഇവിടെ നിന്ന് തമിഴ്നാട് കൂടംകുളം വഴി മോസ്കോയ്ക്കെത്തും. ഇത് 3ാം തവണയാണ് തിരുവനന്തപുരം പ്രസിഡൻഷ്യൽ ഇലക്ഷന്റെ ഭാഗമാകുന്നത്. 1980-ലാണ് നീന ആദ്യമായി ഇന്ത്യയിലെത്തുന്നത്. ഇത്തവണ വർക്കലയിലേക്ക് ദിവസങ്ങൾക്ക് മുൻപെത്തിയത് ടൂറിസ്റ്റ് ആയിട്ടാണ്. അതും 22ാം തവണ. ഇപ്പോൾ ഇതാ ഇവിടെ വോട്ടും രേഖപ്പെടുത്തി. I fall in love with Kerala after my first glance. We make trips with my sister since 2014. We had seen very many interesting places in India. As for my own opinion, I do hope it will be again Putin. ഓൾഗ കമ്മ്യൂണിസ്റ്റ് ആണ്. റഷ്യയിൽ മാത്രമല്ല കേരളത്തിലും കമ്മ്യൂണിസം തന്നെ ഇത്തവണ ഇലക്ഷനിൽ വിജയിക്കണമെന്നാണ് ഓൾഗയുടെ അഭിപ്രായം. സിനിമ നിർമ്മിക്കാനായാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഓൾഗയുടെ സിനിമയിൽ തിരുവനന്തപുരവുമുണ്ട്. We will support the Communist Party. We in Kerala because we like Kerala very much. He was first who actually entered the land of Travancore. So yeah, he entered. Even Travancore was not Travancore. തിരുവനന്തപുരത്ത് തിരഞ്ഞെടുപ്പിനുള്ള നേതൃത്വം നൽകിയത് റഷ്യൻ ഓണറ്ററി കോൺസുലേറ്റും റഷ്യൻ ഹൗസ് ഡയറക്ടറുമായ രതീഷ് സി നായരാണ്. പ്രസിഡൻഷ്യൽ ഇലക്ഷൻ 3ാമത്തെ പ്രാവശ്യമാണ് നടക്കുന്നത്. ഇതിനു മുമ്പ് 2 പ്രാവശ്യം റഷ്യൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്തും പോളിംഗ് ഉണ്ടായിരുന്നു. ഇതിൽ പങ്കെടുക്കാനായിട്ട് കേരളത്തിലുള്ള റഷ്യക്കാർക്ക് അവസരം ലഭിച്ചിരുന്നു. ഇപ്രാവശ്യമാണ് ഏറ്റവും കൂടുതൽ റഷ്യക്കാർ പങ്കെടുക്കുന്നത്. എന്തായാലും ഇന്ത്യയിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനോടൊപ്പം റഷ്യയിലെ തിരഞ്ഞെടുപ്പും ഇവിടെ ചർച്ചാ വിഷയം തന്നെയാണ്. അനൂപിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.